നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്ന INL. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മുന്നേറ്റം പാർട്ടിക്ക് കൂടുതൽ സീറ്റിന് അർഹത നൽകുന്നുണ്ട്. INL രൂപീകരിച്ച സമയത്ത് തന്നെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് നാമമാത്രമായി ചുരുങ്ങുമായിരുന്നുവെന്നും INL സംസ്ഥാന സെക്രട്ടറി NK അബ്ദുൽ അസീസ് റിപ്പോർട്ടറോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിലാണ് INL മത്സരിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരുൾപ്പെടെ 150ഓളം സീറ്റുകളിൽ INL വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് പാർട്ടി ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കൂടുതൽ സീറ്റുകളെന്ന ആവശ്യത്തിൽ അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. കഴിഞ്ഞ കാലത്തെ ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി തയ്യാറെടുക്കുകയാണ്. INL രൂപീകരിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ലീഗ് ഈ തരത്തിൽ വളരില്ലായിരുന്നുവെന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവന ശരിയാണ്. ഒരു സംശയവുമില്ല, 50% മുസ്ലിം ലീഗ് പ്രവർത്തകർ INLനോടൊപ്പം നിൽക്കുമായിരുന്നു എന്നാണ് പാലോളി പറഞ്ഞത്. ഒരുപക്ഷെ അതിലേറെ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം പോലും കേരളത്തിൽ വളരെ ദുർബലമായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമായിരുന്നു. ഇടതുമുന്നണിയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്താത്തത് CPIM-ഉം മുസ്ലിം ലീഗുമായുള്ള അനൗപചാരിക ധാരണ കാരണമാണെന്ന ആരോപണം തെറ്റാണെന്നും NK അബ്ദുൽ അസീസ് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയുടെ അതേ പരിഗണന നൽകും എന്ന് പറയേണ്ട ആവശ്യം CPM-നില്ലല്ലോ. അവരത് പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.